നീ റെഡിയായോ? അമ്മ പോവാണേ. ഇന്നെന്താ പോണില്ലേ? എന്താ അറിയില്ല, മേലൊക്കെ ഒരു ഭയങ്കര വേദന. ഉണ്ടാവാതിരിക്കോ? അങ്ങനത്തെ സാധനല്ലേ ഉള്ളിക്ക് ചെല്ലണ്. ഇന്നലെ എവിടെ കടന്നതെന്ന് വല്ല ഓർമ്മയുണ്ടോ? അല്ല, നിങ്ങക്ക് നാണുണ്ടോ അങ്ങനെ കള്ളും കുടിച്ച് നടക്കാൻ? ഇയ്യേ എന്റെ പണി നോക്കി പോയിക്ക. അച്ഛാ എന്നെ അംഗൻവാടി കൊണ്ടാക്കോ? മോളിന്നേ നമ്മുടെ കൂടെ പോയിക്കോ, അച്ഛൻ നാളെ കൊണ്ടേക്കാം. എന്റെ വിധിന്ന് പറഞ്ഞാ മതിയല്ലോ. എത്ര നല്ല നല്ല ആലോചനകൾ വന്നതാ. ഇയ്യേ പൊന്നാരം പറയാതെ പോയിക്ക. ഐശ്വര്യറായി എന്നാ അവളുടെ വിചാരം. അതാരച്ച? രോഗസുന്ദരി മോള് കണ്ടിട്ടില്ലേ? ആളിവിടെ വയ്യാതിരിക്കുമ്പോഴാ അവളുടെ ഒരു പൊന്നാരം. ഇതേതാടോ പുതിയ സാരിയ? ഇത് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ആരെങ്കിലും കാണും, ഞാൻ പോട്ടെ. ഏയ് നിക്കടോ, എന്നൊന്ന് ഫ്രീ ആയിട്ട് കാണാ. ഈ ഞായറാഴ്ച പറ്റുമോ? എത്ര കാലം നിന്റെ പുറകെ നടക്കണോ? പറ്റില്ലെങ്കിൽ അത് പറ. എടാ, വിചിത്രേട്ടൻ അറിഞ്ഞ ആകെ പ്രശ്നാവും. പിന്നെ നീ എന്താ ചെയ്യുന്നത് നോക്കിയിരിക്കല്ലേ ഇപ്പൊ അയാള്. ഇപ്പൊ എത്തിയിട്ടുണ്ടോ അല്ല ബീവറേജിന്റെ മുമ്പിൽ? ഓ സത്യം പറയാലോ, കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയായി നിന്നെ കിട്ടിയ അയാളുടെ കാര്യം. എന്നാലും നീ എങ്ങനെയാണ് ഇങ്ങനെ ഒരുത്തിന്റെ കൈപ്പെട്ടത്? എടാ, ഞാൻ പോട്ടെ. എടാ നിക്കേ, ക്യാഷ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോട്ടോ, ജീപേ ചെയ്യാം. ഇതാ വിചിത്ര, ഇന്ന് ഒഴിവാടാ. എന്താണ്? അടുക്കള അവിടുത്തെ ചുമരം തേക്കാണ്ടായിരുന്നു. അനക്ക് ഒഴിവുണ്ടാവോ? ഇന്നിപ്പോ നടക്കില്ല. നാളെ എങ്ങനെ ഒഴിവുണ്ടോ? അതിപ്പോ ഇന്നത്തെ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റും. വേറെ ആരെങ്കിലും കിട്ടോടോ? വേറെപ്പോ അണക്ക് പറ്റടാ. ഏയ് വേറെപ്പോ ആരും ഉണ്ടാവില്ല. എന്നാ ശരി. അയാളുടെ ഒരു പണി. എടാ ബസ് വന്നു, എന്നാ പോവാ. നമുക്കൊന്ന് പോവാ. ഞാൻ അപ്പളും പറഞ്ഞു ഓവറാക്കല്ലേ. ഇതൊക്കെയാണ് ഓവറ്. ഇത് പോയിക്കാ. എന്താ ഒരു ചിരിയൊക്കെ? ചിരിയോ? ഇല്ലല്ലോ. ഇന്നലെ എന്താ വിചിത്രം കുടിക്കാതെയാണോ വന്നത്? അവൻ കുടിക്കാതിരിക്കണെങ്കി കുറച്ച് പാടന്നെ. ഇപ്പൊ പോയവനെ നിന്നൊരു നോട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്താണ്? ഇനിയിപ്പോ ആണെങ്കി തന്നെ ഇപ്പൊ എന്താ, ആണും പെണ്ണും തന്നെയല്ലേ ഈ ലോകത്ത് ഇഷ്ടപ്പെടുക. ഇപ്പൊ അങ്ങനെ ആയോ? കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായി, ഇനിയാപ്പോ ഇയാളിങ്ങനെ വെറുതെ പിന്നാലെ നടക്കുകയാണേ. അതെ അതെ അതെ, ഈ 10-40 വയസ്സ് കഴിയുമ്പോഴത്രേ നമ്മുടെയൊക്കെ രണ്ടാം കൗമാരം തുടങ്ങണത്. ഞാൻ ഫേസ്ബുക്കിൽ വായിച്ചതാ. ഇതൊക്കെ പിന്നെ എന്നോട് പറയുന്നു. നിനക്ക് അവനോടൊരു ഇതുണ്ടെന്ന് എനിക്കറിയാം. അതിലൊരു തെറ്റില്ലെന്നേ ഞാൻ പറയൂ. ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 2 വർഷം ഒരുമിച്ച് ജീവിച്ചുള്ളൂ. അയാൾക്ക് വേറൊരു പെൺകുട്ടി ഇഷ്ടാണെന്ന് പറഞ്ഞപ്പോ അവളെ കല്യാണം കഴിച്ചു പോയി. ഞാൻ എന്തെങ്കിലും പരാതി പറഞ്ഞോ? ചേച്ചി ഇപ്പൊ എന്താ പറഞ്ഞു വരണത്? രശ്മിയുടെ കാര്യം തന്നെ ഒന്ന് നോക്ക്. ഇങ്ങനെ മുഴുക്കുടിയനായ ഒരാളുടെ കൂടെ കഴിഞ്ഞിട്ട് നിനക്ക് എന്ത് സന്തോഷാ കിട്ടണേ? നമ്മളെ ഇഷ്ടപ്പെടുന്നവരാരാച്ചാ അവരുടെ കൂടെ ജീവിക്കുക. ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ചേച്ചി എന്തായി? എടാ, എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയൊക്കെ നിന്റെ കയ്യിലാ. താങ്ക് യു ഒക്കെ അവിടെ ഇരിക്കട്ടെ. എടാ സജീവേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ എന്റെ പേര് ഇതിലേക്ക് വലിച്ചഴക്കരുത് കേട്ടോ. ചേച്ചി ഒരു പേരും പഠിക്കണ്ട, ഞാൻ ഏറ്റു. എടാ, ഒരു 500 രൂപ അധികം അയക്കണേ. ശരിയാക്ക ചേച്ചി. ആരും കാണണ്ട, എന്നാ നീ വിട്ടോ. ഓക്കെ.
മഴയിതളായി നിന്നെ തരളിതമായി മെല്ലെ കനവുകളാക്കിയിടാം ഞാൻ പൊന്നേ. മഴയിതളായി നിന്നെ തരളിതമായി മെല്ലെ കനവുകളാക്കിയിടാം ഞാൻ പൊന്നേ. ഈ രശ്മി അതെ, നാളെ ഞാൻ ബാംഗ്ലൂർക്ക് പോവാ. അവസാനമായിട്ട് ഞാൻ ചോദിക്കുക, നിനക്ക് വരാൻ പറ്റും എൻ്റെ കൂടെ? നീ ഒരു പേടി പേടിക്കണ്ട, നിനക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാം. മോളിവിടെ നിൽക്കട്ടെ. എന്തായാലും നിന്റെ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. 1-2 മാസം കഴിഞ്ഞ് അതൊക്കെ ശരിയാവും. അപ്പൊ നമുക്ക് മോളെ കൊണ്ടുപോകാലോ. അതൊക്കെ നടക്കുവോ? ഞാനല്ലേ പറയണേ, നീ എന്തിനാ ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കണേ? എന്നാലും നീ ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട. നാളെ രാവിലെ 5 മണിക്കാണ് ബസ്. നീ റെഡി ആയിക്കോ. പിന്നെ അത്യാവശ്യം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ. അമ്മേ അമ്മേ ചാ അമ്മ എവിടെ? അമ്മ എവിടെ? അമ്മ അവിടെ ഉണ്ടോ? എടാ ഫുൾ ടൈം വെള്ളാണേ. എന്താ പേര് പറഞ്ഞു? എന്താ വിചിത്ര ചെങ്ങായി പെണ്ണുങ്ങളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്മാര് ഫുൾ ടൈം വെള്ളം അടിച്ചു. ഒരു കുട്ടി ഉണ്ട് അല്ലേ? ആ, ഒരു കുട്ടി ഉണ്ടെന്ന് തോന്നുന്നു. അംഗനവാടിയിലാ പഠിക്കണേ. അപ്പൊ ഓൾക്ക് അത്ര പ്രായമായിട്ടില്ലല്ലേ? ഇല്ലല്ല. ഈ കൊണ്ടുപോയൊരു കുട്ടി ഉണ്ട് അല്ലേ? ആ, ഉണ്ട് തോന്നുന്നു. അവരിപ്പോ എവിടുക്കാ പോയിക്കണെന്നാവല്ലേ? രണ്ടാളും കൂടി ബാംഗ്ലൂർക്കാ തോന്നുട്ടോ. ഹലോ, നിങ്ങളാണ് ഈ വിചിത്രനല്ലേ? അതെ സാറേ. സ്റ്റേഷനിലേ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ സജീവ് എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ് കംപ്ലൈൻറ്റ് തന്നിരിക്കുന്നത്. നിങ്ങളുടെ ഭാര്യയല്ലേ രശ്മി? സജീവിൻ്റെ കൂടെയാണ് നിങ്ങളുടെ വൈഫ് രശ്മി പോയിട്ടുള്ളത്. അയ്യോ സാറേ, അതൊന്നും എനിക്കറിയില്ലല്ലോ. ബാംഗ്ലൂരിലേക്കാണ് അവർ രണ്ടുപേരും പോയിട്ടുള്ളതെന്നാണ് വിവരം കിട്ടിയിട്ടുള്ളത്. ഈ രശ്മിക്ക് സജീവുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കറിയായിരുന്നോ? എനിക്കറിയില്ല സാറേ. നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. സ്റ്റേഷനിൽ ഒരു ദിവസം കിടന്നിട്ടുണ്ടല്ലേ, ടൗണിൽ വെള്ളമടിച്ച് പ്രശ്നം ഉണ്ടാക്കിയതിന്. സാറിന് അങ്ങനതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അത് പിന്നെ ഓർക്കാൻ വഴിയില്ല. ബോധത്തോടു കൂടിയല്ലല്ലോ സ്റ്റേഷനിൽ കൊണ്ടുവന്നത്. നിങ്ങളുടെ വൈഫ് മിസ്സായതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ലേ? അത് പിന്നെ സാറേ, അവളൊരു എഴുത്തൊക്കെ എഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അതിലേ അവളെ കുറിച്ചൊന്നും അന്വേഷിക്കണ്ടെന്നാണ് അവൾ എഴുതിയിരിക്കുന്നത്. ആണോ? ഒന്ന് നോക്കട്ടെ. ശരി സാറേ, അത് ഞാൻ എടുത്തിട്ട് വരാം. ഇത് ഞാൻ കൊണ്ടുപോവാണ്. പിന്നെ രശ്മിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ, വല്ല ഫോൺ കോളോ എന്തെങ്കിലും വരികയാണെങ്കിൽ സ്റ്റേഷനിൽ അറിയിക്കണം. ശരി സാർ. ശരി. കല്യാണം കഴിച്ച കുട്ടിയൊക്കെ എങ്ങനെ ചെയ്യച്ച? എന്താ കുട്ടിയെ കാണിക്കുക? എന്താ ചെയ്യാ? അവള് കാരണം ഞാൻ നാട്ടുകാരെ മുന്നിലൊക്കെ നാണം കിട്ടും. കുട്ടിയെ കണക്ക് കഷ്ടകാലാണ്. ആ മാങ്ങോടെ ഒരു പണിക്കരില്ലേ, അവിടെ ഒന്ന് പോയി നോക്കിക്കേ. പേര് വിചിത്രന്നല്ലേ? അതെ. ഏതാടാ പെണ്ണ്? എടാ വിചിത്രന്റെ ഭാര്യയാണേ.
എന്താ അത്? വിജിത്ത് എന്ന് പറഞ്ഞ ഒരാളുടെ ഭാര്യ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി ഓ, നാളെ എന്താന്നാ പറഞ്ഞു? പൂയം. പോയി. വേണ്ടപ്പെട്ട ആള് ദേശം വിട്ട് പോയിരിക്കണു. ശുക്രൻ അക്രമത്തിലാണല്ലോ. അതായത് ശുക്രൻ ക്രമത്തിലല്ല സഞ്ചരിക്കണെന്ന് അർത്ഥം. മാനഹാനി, ധനനഷ്ടം ഒക്കെ ഉണ്ടാവും. പ്രതിവിധി ഉണ്ട്. ഒരു പൂജ ചെയ്ത ഒക്കെ ശരിയാവും. കുറച്ച് സാധനങ്ങൾ വേണം. ഞാനൊരു ചാർട്ട് ഉണ്ടാക്കി തരാം. ജോത്സ്യരിലവിടെ ആ ആളുണ്ട് അവിടെ. അല്ല ആളെങ്ങനെ? ആള് സൂപ്പറാ, പറഞ്ഞതൊക്കെ സത്യ. അതെ. അല്ല നിങ്ങൾക്ക് എന്താ പ്രശ്നം? പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞിറങ്ങും. പക്ഷെ എന്താന്നുള്ളത് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. എന്തായാലും പണിക്കരെ കൊണ്ട് പ്രശ്നം വെച്ച് നോക്കാന്ന് വിചാരിച്ചു. എന്നാ ശരി. കണ്ടിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. സാധനങ്ങളൊന്നും തരാൻ പറ്റില്ല കേട്ടോ. നീ തരാനുള്ള കാശൊന്നും കാട്ട്. ബാലേട്ടാ, നിങ്ങൾക്ക് തരാനുള്ള പൈസക്ക് ഞാൻ തരാം. നാളെ മുതൽ ഞാൻ പണിക്ക് പോകാൻ തുടങ്ങാൻ. ആരോടാ വിസ്തരമായി പറയണ? ഞാൻ കഴിക്കലൊക്കെ നിർത്തി ബാലേട്ടാ. നിങ്ങൾക്കറിയില്ല എൻ്റെ കാര്യങ്ങളൊക്കെ. നീ പറയുന്നൊന്ന് ആദ്യം ചെയ്ത് കാണിക്ക്. തരാനുള്ള കാശും തരാതെ അമ്മ എവിടെ? എനിക്ക് അമ്മേനെ കാണണം. അമ്മ വരും മോനെ. അച്ഛതല്ലാതെ വേറെടുപ്പുണ്ടോ? അയ്യോ, മോളുടെ ഡ്രസ്സ് വേറെ തിരുമ്പിയിട്ടില്ലല്ലോ. ഇത് ഞാൻ ഇട്ടതല്ലേ? സാരല്ല മോളെ, എന്നത്തെയും കൂടി അതിട്. എന്താ അച്ഛനെ അറിയില്ലേ? അമ്മ ഉള്ളപ്പോഴെല്ലാം ചെയ്തു തന്നിരുന്നു. ആ കൃഷ്ണേട്ടാ. എന്തായടോ, വല്ല വിവരമുണ്ടോ? ഈ കുട്ടിയുടെ കാര്യം ഇപ്പൊ കഷ്ടായി. പോയൊരു പോട്ടെ കൃഷ്ണേട്ടാ. എന്നാലും അവൾ ഈ കുട്ടീനെ കുറിച്ചെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? അല്ല, അവള് മടങ്ങി വരുന്നതന്നെ എൻ്റെ മനസ്സ് വരണം. ഇങ്ങനെ പോയവരൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അവളിങ്ങോട്ട് വരട്ടെ. ഏയ് കടും കയ്യൊന്നും ചെയ്യാൻ നിൽക്കരുത്. എന്തായാലും ഈ കുട്ടിക്കൊരമ്മ വേണ്ടേ? അവളിങ്ങോട്ട് വരട്ടെ, അവളെ കൊല്ലും ഞാൻ. അവളെ ഇവിടെ വീട്ടിലെത്തിയെന്നോ? മോളെ, അമ്മ എവിടെയായിരുന്നു? മോളെ, അമ്മേ വാ അമ്മേ. എന്തിനാ കരയുന്നേ? ഞാൻ അപ്പോഴും പറഞ്ഞു ഓവറാക്കണ്ടേ. ഇതൊക്കെയാണ് ഓവർ. പോയിട്ടാ. എന്താ അച്ഛനെ അറിയില്ലേ? അമ്മ ഉള്ളപ്പോഴെല്ലാം ചെയ്തു തന്നിരുന്നു. അമ്മ എവിടെ? എനിക്ക് അമ്മേനെ കാണണം. അമ്മ വരും മോനെ.